ഇന്നത്തെ അറിയിപ്പുകൾ. ATM ഇടപാടുകളിലെ നിരക്കുകൾ വർദ്ധിപ്പിച്ച് SBI. ATM ഡെപ്പോസിറ്റ് കം വിഡ്രോവൽ മെഷീൻ ഇടപാടുകളിലെ നിരക്കുകളിലാണ് മാറ്റങ്ങൾ വരുത്തിയത്. സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞ് SBI ഇതര ATMകൾ ഉപയോഗിക്കുന്ന സേവിങ്സ്, സാലറി അക്കൗണ്ട് ഉടമകളെ മാറ്റങ്ങൾ ബാധിക്കും. 2025 ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പുതിയ നിരക്കുകൾ ഈടാക്കുക. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അവസാനമായി ATM ഇടപാട് നിരക്കുകൾ SBI വർദ്ധിപ്പിച്ചത്. സൗജന്യ ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ മറ്റു ബാങ്കുകളുടെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴും SBI ഉപഭോക്താക്കൾ ഓരോ ഇടപാടിനും 23 രൂപയും GSTയും അടയ്ക്കേണ്ടി വരും. നേരത്തെ ഇത് 21 രൂപയും GSTയുമായിരുന്നു. ബാലൻസ് പരിശോധന, മിനി സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാമ്പത്തികേതര ഇടപാടുകൾക്ക് 11 രൂപയും GSTയുമാണ് ഇനി നൽകേണ്ടി വരിക. മുമ്പ് ഇത് 10 രൂപയും GSTയുമായിരുന്നു. SBI ATMകൾ സൗജന്യമായി ഉപയോഗിക്കാവുന്ന പരിധി കഴിഞ്ഞാൽ മറ്റു ബാങ്കുകളുടെ ATM ഉപയോഗിക്കുന്നവരെയാണ് പുതിയ മാറ്റം ബാധിക്കുക. സാലറി അക്കൗണ്ട് ഉടമകൾക്ക് ഇപ്പോൾ മറ്റു ബാങ്കുകളുടെ ATMകളിൽ പ്രതിമാസം 10 സൗജന്യ ഇടപാടുകൾ നടത്താം. സൗജന്യ പരിധി കവിഞ്ഞു കഴിഞ്ഞാൽ പുതുക്കിയ നിരക്കുകൾ ബാധകമാവും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. പിഴ അടയ്ക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച തുടർന്നാൽ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. MVDയും പോലീസും നൽകുന്ന ചലാനുകളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് നിലവിൽ പിഴയായി ലഭിക്കുന്നത് എന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചലാനുകൾ 3 ദിവസത്തിനുള്ളിൽ ഓൺലൈനായോ 15 ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണം. തുടർന്ന് 45 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ അല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ലെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയോ വേണം. 5 തവണയിൽ കൂടുതൽ പിഴ ലഭിച്ചിട്ടും അടയ്ക്കാത്ത വാഹനങ്ങളുടെ RC കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതോടെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സേവനവും ഈ വാഹനത്തിന് ലഭിക്കില്ല. 3 മാസമായിട്ടും പിഴയടയ്ക്കാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശമുണ്ട്. അപകടകരമായ ഡ്രൈവിംഗ്, റെഡ് സിഗ്നൽ ലംഘനം എന്നിവ ആവർത്തിക്കുന്നവരുടെ ലൈസൻസ് 3 മാസം വരെ സസ്പെൻഡ് ചെയ്യാനും അധികൃതർക്ക് അധികാരമുണ്ടാകും. നിയമലംഘകരുടെ വിവരങ്ങൾ ഉടൻ തന്നെ ദേശീയ പോർട്ടലുകളായ വാഹന, സാരഥി എന്നിവയിലേക്ക് കൈമാറും. ഇതോടെ ഇൻഷുറൻസ് പുതുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും. നിയമലംഘനം പതിവാക്കുന്നവരെ ലക്ഷ്യമിട്ടുള്ള ഈ നടപടികൾ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി 6 മാസം കൂടി നീട്ടി. ഈ കാലയളവിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ തടയരുതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2025 ഡിസംബർ 31 വരെയാണ് നേരത്തെ ഇതിനായി സമയം നൽകിയിരുന്നത്. എന്നാൽ 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടിയത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.